നമസ്കാരം. മനോരമ ചാനൽ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖം അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മിയുടെ അഭിമുഖം വല്ലാതെ സ്വാധീനിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു മാധ്യമത്തിലൂടെ ഒരു അഭിമുഖം പരിപൂർണമായി കണ്ടത് അതാണെന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോ മാധ്യമങ്ങളുടെ വാർത്തകൾ പലതും അതിനുള്ളിലെ ഒളിച്ചുകടത്തലുകളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് കാണാറുള്ളത്. അല്ലാതെ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്തയും പരിഗണിക്കാറില്ല, കാണാറില്ല. കാര്യം ആ മേഖലയിൽ ജോലി ചെയ്തെന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വാർത്താ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ട്, അത്തരം കാര്യങ്ങൾക്കുള്ളിലൂടെ ഒളിച്ചു കടത്തുന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ട് അത് പൊതുജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക മാത്രമാണ് ഇപ്പോൾ പലപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള അവതാരങ്ങളെല്ലാം ഈ അഭിമുഖം നടത്തിയ ജയമോഹൻ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ആ ശൈലിയെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ള മാധ്യമ പ്രവർത്തനം എന്തെന്നോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന മാധ്യമ പ്രവർത്തനം ഏതാണെന്നോ മനസ്സിലാക്കാൻ ആ ഒരൊറ്റ അഭിമുഖം മതിയാകും. കാര്യം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഏറ്റവും മൂല്യമുള്ള വിൽപ്പന ചരക്കെന്ന് പറയുന്നത് സഹതാപവും കണ്ണീരുമാണ്. അത്തരം കാര്യങ്ങളെ വിറ്റ് കാശടിക്കാൻ അവർക്ക് വല്ലാത്ത ഉത്സാഹമുണ്ട്, വല്ലാത്ത രീതിയിലുള്ള ഒരു ആഘോഷവുമുണ്ട്. അത് ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിയാലും അവിടത്തെ തള്ളിക്കയറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ദുരന്ത മേഖലയായിക്കോട്ടെ, മറ്റിവിടങ്ങളിലായിക്കോട്ടെ, ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇവർ മുതിരാറില്ല. ആ സന്ദർഭത്തിൽ കൂടി അവർ ആ ദൃശ്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം വാർത്താ കച്ചവടത്തിനായിരിക്കും പരിശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു അഭിമുഖം അത് എല്ലാവർക്കും ഒരു പക്ഷേ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു വലിയ ഫിസിക്കൽ ട്രോമയ്ക്ക് ശേഷവും മെന്റൽ ട്രോമയ്ക്ക് ശേഷവും അതിജീവനത്തിന്റെ പാതയിലാണ് ലക്ഷ്മി. ലക്ഷ്മി സാക്ഷി എന്ന പരിപാടിയിൽ അവർ തന്നെ വിശ്വസിക്കുന്ന കുറച്ചു പേരോടെങ്കിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏക സാക്ഷിയായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് തൻ്റെ ജീവന് തുല്യമായിട്ടുള്ള 2 പേർ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിരുന്നു പോകും. നമ്മൾക്ക് തന്നെ കേൾക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ അറിയാതെ ഉള്ളുലഞ്ഞു പോകുന്നുണ്ട്. അത്രമാത്രം ഗംഭീരമായ ഒരു ഇന്റർവ്യൂ ആണ്. ഒരിടത്ത് പോലും അവരുടെ കണ്ണീര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു വല്ലാത്ത സഹതാപമോ അല്ലെങ്കിൽ സങ്കട കച്ചവടമാക്കാതെ ഒഴിവാക്കിക്കൊണ്ട് എവിടെയൊക്കെയോ ചിലയിടങ്ങളിലൊക്കെ അവരുടെ സങ്കടം വരുന്ന സന്ദർഭങ്ങളിൽ ക്യാമറ കട്ട് ചെയ്യുന്ന സന്ദർഭം പോലും ഉണ്ടായത് ആ ഇന്റർവ്യൂവിനെ വല്ലാതെ മനോഹരമാക്കുന്നുണ്ട്. കിട്ടിയ ഉൽപ്പന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ച് സങ്കടപ്പെടുത്തി ഉത്തരം മുട്ടിക്കുന്നു എന്നതിനപ്പുറം ആ സംഭവത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് മുഴുവൻ ക്ഷമയോടെ കേട്ടിരുന്നു. മാനസികമായും ശാരീരികമായും തളർന്ന ഒരു സ്ത്രീക്ക് ആ സംഭവത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് എന്താണ്, ആ കാലഘട്ടം അവർ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ഉള്ളു പൊള്ളിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ലക്ഷ്മിയുടെ അനുഭവം അല്ലെങ്കിൽ ലക്ഷ്മി പറഞ്ഞ വാചകങ്ങൾ നമുക്കറിയാം. അവർ അതിനകത്ത് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാര്യം സമാനതകളില്ലാത്ത സൈബർ ബുള്ളിങ് ആണ്. ഓരോ മനോരോഗികൾ, ഈ സൈബർ പെവേർട്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടല്ലോ, ഈ പലതരം മലർനാടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഊഹാപോഹങ്ങൾ കുത്തി നിറച്ചുകൊണ്ടുള്ള പച്ച നുണകൾ ഒരു വ്യക്തിയുടെ മാനസിക നിലയെ പോലും മനസ്സിലാക്കാതെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഈ വലിച്ചു കീറി അവഹേളിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടത്തി അതിൽ ചില മനോമുകുരങ്ങൾ കൊള്ളുന്ന ചില ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ ചെയ്തിരിക്കുന്ന പ്രവർത്തനവും അതിനെയും ശാരീരികമായ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അവർ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ അനുഭവം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തരിച്ചിരുന്നു പോകും. അതിനെ ചിലർക്കൊക്കെ ഇപ്പോഴും ഒരു പരിഹാസ്യമായി തോന്നിയിരിക്കാം. പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കുന്നവർക്ക്, മനുഷ്യരുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക്, മനുഷ്യർ അനുഭവിച്ച അവസ്ഥകൾ തരണം ചെയ്യുന്ന രീതികളെ കുറിച്ച് കേൾക്കുമ്പോൾ മനുഷ്യത്വമുള്ളവന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ബാലഭാസ്കറിന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി അവർ ഒരു മനുഷ്യായുസിൽ അനുഭവിച്ചിരിക്കുന്ന ആ വേദനകൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അത്രയും വിഷമം സഹിച്ച് അതിജീവിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായി പോവുകയാണ്. അതിജീവിക്കാൻ അവരെടുത്ത സന്ദർഭങ്ങളിൽ അവരോടൊപ്പം നിന്നവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നഷ്ടപ്പെട്ട ഏറ്റവും 2 പ്രിയപ്പെട്ടവർ, ആ പ്രിയപ്പെട്ടവരെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധി പോലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുതെന്നുള്ള നിലപാട് കൂടി വല്ലാത്ത തോതിൽ അവരുടെ നിലപാടിനോട് ബഹുമാനം തോന്നുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ അഭിമുഖം ഒരു സാധാരണ മനുഷ്യൻ കേട്ടിരിക്കേണ്ടതാണ്. കാര്യം വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. ആ ജീവിതത്തെ എങ്ങനെയാണ് മറികടന്നത്, എങ്ങനെയാണ് അത് മറികടക്കാൻ അവർക്ക് കിട്ടിയ ശക്തിയെന്നും
ഇത്രമാത്രം സൈബർ ബുള്ളിയിങ് അവർക്ക് നേരെ നടക്കുന്ന സന്ദർഭങ്ങളിലും മനസാ വാച അറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പെവേർട്ടുകളുടെയും മനോരോഗത്തിന് അടിസ്ഥാനപ്പെടുത്തി പല കള്ളക്കഥകൾ മെനയുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ ചില മനുഷ്യർ സാന്ത്വനമാവുകയും അതിലൂടെ അവർ തിരിച്ചു വരികയും ചെയ്തു. ഒരു സാധാരണക്കാരിയായ സ്ത്രീ, സാധാരണക്കാരിയായിട്ടുള്ള കുടുംബിനി, അവർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ട്രോമ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം മുട്ടും. പക്ഷെ ആ ദിവസവും കടന്നവർ ഇന്ന് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ മാത്രം വന്നത് തന്നെ ഇഷ്ടപ്പെടുന്നവർ, തന്നിൽ നിന്ന് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ അവരോട് സംസാരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടും ഏറ്റവും പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് പല കഥകൾ മെനയാൻ പലരും പരിശ്രമിക്കുന്നതിനിടയിൽ താൻ എന്താണ് കണ്ടതെന്നും താൻ എന്താണ് അനുഭവിച്ചതെന്നും താൻ എന്താണ് അതിലൂടെ ഇപ്പോഴും അനുഭവിക്കുന്നതെന്നും താൻ ഇനി എന്താണ് ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവർ വളരെ കൃത്യമായി പറഞ്ഞു. പലർക്കും അതങ്ങോട്ട് ദഹിക്കാത്തൊരവസ്ഥയുണ്ട്. അതൊന്നും ദഹിക്കത്തില്ല. ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ ശാപങ്ങളായി മാറിയിട്ടുള്ള കുറെ മനോനിലകളുണ്ട്. ആ മനോനിലകൾക്കെല്ലാം ഒരു മനുഷ്യൻ എത്രത്തോളം ട്രാൻസ്പാരന്റ് ആയാലും അവർക്ക് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാത്തിലും മനോവൈകല്യമുള്ള ചിന്താഗതിയും മാത്രം കുത്തി നിറച്ച് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ സ്വന്തം വീട്ടിലെ സ്ത്രീക്കോ സഹോദരിക്കോ ഈ അവസ്ഥയുണ്ടായാൽ അവർ എങ്ങനെയായിരിക്കും അതിജീവിക്കുക എന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനോവൈകല്യങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്ന ശക്തമായ മറുപടി, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് ഇത്രയും വലിയൊരു ജീവിതാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് തരണം ചെയ്യാൻ അവർ പ്രയാസപ്പെടുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുക എന്നതിനെ സംബന്ധിച്ചെല്ലാം ആ ഒരു മണിക്കൂർ നീണ്ട ഇന്റർവ്യൂവിനകത്ത് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അത്തരം ഒരു അതിസങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു വന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ പരിശ്രമിക്കുന്ന ലക്ഷ്മിക്ക് ഈ സമൂഹം പിന്തുണ കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. പെവേർട്ടുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ നല്ലവരായ മനുഷ്യർ മനസ്സിലാക്കുക, ആ സ്ത്രീ അതൊരു രക്തസാക്ഷിത്വം തന്നെയാണ്. കാര്യം ജീവിതത്തിൽ ഇത്രമാത്രം വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന, സ്വന്തം സ്വപ്നങ്ങൾ മുഴുവൻ ഉടഞ്ഞു പോയിട്ടും അവർ അതിജീവനത്തിന്റെ പാതയിലേക്ക് വരുമ്പോൾ ഈ സമൂഹത്തിന്റെ കുറേയേറെ വൈകൃത മനസ്സുകൾ നടത്തിയിരിക്കുന്ന നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഒരാൾ പിടിച്ചു നിന്നു എന്നതിന്റെയൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴാണ് ഇത്തരം ഇരുളടയാനുള്ള അവസരങ്ങളെന്ന് നമുക്കറിയാൻ കഴിയില്ല. അതിലൊക്കെ ചിലപ്പോൾ തരണം ചെയ്യാൻ ലക്ഷ്മിയുടെ ഈ വാക്കുകൾ സഹായകരമാകും. കാര്യം അത്രമാത്രം കനൽ വഴികൾ താണ്ടിയാണ് അവർ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.